മാസമായിട്ട് ഈ കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്ത് ബിസിനസ് ചെയ്യുന്നു. ഒരു 45 ലക്ഷത്തിനടുത്ത് വരുമാനം ഈ ഒരു ബിസിനസ്സിലൂടെ വാങ്ങിക്കാൻ സാധിച്ചിട്ടുണ്ട്. നേരത്തെ ഹരീഷൻ സാർ പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരെ കൈയടിച്ചു, കുറച്ച് ആൾക്കാരെ കൈയടിച്ചില്ല. ഓക്കെ, നോ പ്രോബ്ലം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ ജീവിതത്തിൽ ഈ ഒരു അവസരം കൊണ്ടുതന്നത് എനിക്ക് തീർത്തും അപരിചിതനായ ഒരു വ്യക്തിയാണ്. നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്ന് ഹരീഷൻ സാറ് വളരെ കൃത്യമായിട്ട് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു. പക്ഷെ ഞാൻ ഈ ഒരു അവസരം പരിചയപ്പെടുന്നത് വളരെ യാദൃശ്ചികമായിട്ടാണ്. അതായത് ജീവിതത്തിൽ എനിക്കൊരു പരിചയമില്ലാത്തൊരു വ്യക്തി എൻ്റെ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ നമ്പർ കിട്ടിയ ശേഷം ഈ ഒരു പ്രോഗ്രാമായിട്ട് എന്നെ വിളിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ നല്ല രീതിയിൽ തന്നെ റിജക്റ്റ് ചെയ്യുന്നു. പക്ഷെ അദ്ദേഹം വിടാൻ തയ്യാറില്ല. ഒരു 2-3 മാസം ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് ഫോണിൽ അദ്ദേഹം നിരന്തരം ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യുമെങ്കിലും ഈ ഒരു പ്രോഗ്രാമിലേക്ക് വരാൻ താല്പര്യമില്ലാതെ ഞാൻ അദ്ദേഹത്തെ റിജക്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം യാദൃശ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് വണ്ടി എടുത്ത് പേരാമ്പ്ര വന്നു, എന്നെ വിളിച്ചു. രജേഷ് ബ്രോ, ഞാൻ പേരാമ്പ്ര എത്തിയിട്ടുണ്ട്. എൻ്റെ സ്ഥലം പേരാമ്പ്രയാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം പേരാമ്പ്ര എത്തി എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ പേരാമ്പ്ര എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 2-3 മാസമായിട്ട് നമ്മൾ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് എനിക്ക് നിങ്ങളൊന്ന് നേരിട്ട് കാണണം. നമ്മൾ മലബാറിലേക്ക് ഒരു പ്രത്യേകത എന്താ, ആതിഥ്യ മര്യാദ കുറച്ച് കൂടുതലാണ് അല്ലേ. ശത്രു ആണെങ്കിൽ പോലും നമ്മൾ വീട്ടിൽ വന്നാൽ നമ്മൾ എന്താക്കും, ഒരു ചായ കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കും. ഇതുപോലെ അദ്ദേഹം വന്ന സമയത്ത് ഞാൻ വിചാരിച്ചു അത്രയും ദൂരെ നിന്ന് വന്നതല്ലേ, അപ്പോൾ വന്ന സ്ഥിതിക്ക് ഒന്ന് കണ്ട് ഒരു ചായ കുടിച്ച് പിരിയാം. ആ ഒരു കാഴ്ചയിലാണ് ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ കടിയങ്ങാടേക്ക് വന്നത്, വീട്ടിലേക്ക് ക്ഷണിച്ചില്ല. കാരണം അദ്ദേഹം ഒരു നെറ്റ്വർക്കുമായിട്ടാണ് വന്നതെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എൻ്റെ നാട്ടിൽ കടിയങ്ങാട് എന്ന സ്ഥലത്ത് അങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അങ്ങോട്ട് വരുന്നു. ആ സമയത്ത് അങ്ങോട്ട് പോകുന്നവരെ എൻ്റെ മനസ്സിലുള്ള ചിന്ത, നല്ല രീതിയിൽ ഒരു ചായ കുടിച്ച് ഒരു ഷെയ്ക്കാൻ്റെ കൊടുത്ത് പിരിയാമെന്ന് കരുതിയാണ് ഞാൻ അങ്ങോട്ട് ചെന്നതെങ്കിൽ അവിടെ എത്തിയ സമയത്ത് അദ്ദേഹം ഒരു MG ഹെക്ടർ കാറൊക്കെ എടുത്തിട്ട് അദ്ദേഹം എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഷെയ്ക്കാൻ്റെ പറഞ്ഞു, ഞാൻ 3 മാസമായിട്ട് വിളിക്കുന്നുണ്ട്, ഞാനാണ്. അങ്ങനെയാണ് ഞാൻ ആ വ്യക്തിയെ പരിചയപ്പെടുന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ പേര് മുഹമ്മദ് റാഫി എന്നാണ്. അപ്പോൾ ഞാനാണ് എന്താക്കിയത്, ബ്രോനെ 3 മാസമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ പറയും എന്താണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് എനിക്ക് ഒരു റിസൾട്ട് കിട്ടി. ആ റിസൾട്ട് ഒന്ന് എനിക്ക് ബ്രോയിനോട് പറയണമെന്നുണ്ട്. പക്ഷേ ആ റിസൾട്ട് ഞാനല്ല പറയാൻ പോകുന്നത്, എൻ്റെ ഒരു സുഹൃത്ത്, എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് തന്ന ഒരു വ്യക്തി എൻ്റെ കൂടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് സേവ്യർ ഉള്ളതാണ്. ആ വ്യക്തി എന്നോട് എന്താകും കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടാളും കൂടി ഈ പ്രൊഡക്റ്റ് എൻ്റെ മുമ്പിൽ വെച്ച് ഇതിനെ പറ്റി കുറേ സയൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. സത്യത്തിൽ അങ്ങോട്ട് പോകുന്നത് വരെ ഞാൻ പറഞ്ഞു, എൻ്റെ മനസ്സിലുള്ള ചിന്ത ഒരു ചായ കുടിച്ച് പിരിയണമെന്നാണെങ്കിൽ തിരിച്ചവിടുന്ന് വരുന്ന സമയത്ത് എൻ്റെ മനസ്സിലുള്ള ചിന്ത എങ്ങനെ ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യണമായിരുന്നു. കാരണം ഞാൻ എത്തിയത് 2 പുലികളുടെ നടുക്ക്. ഞാനൊരു പാവപ്പൂച്ചയും. അവരെന്താക്കി ഇതിൻ്റെ സാധ്യതകളിലൂടെ എന്താക്കി എന്ന ഈ ഒരു ബിസിനസ്സിലേക്ക് എത്തിച്ചു. പക്ഷേ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ഒരു സാധാരണക്കാരൻ ആദ്യം ചിന്തിക്കുന്നത് എന്താണ്, നമ്മൾ ഈ ഒരു സാധനം എന്തൊക്കെയാണെങ്കിലും ഇതൊരു മാർക്കറ്റിംഗ് ആണ്, പ്രൊഡക്റ്റ് നമ്മൾ എന്താക്കണം, ഇതിങ്ങനെ വീട് കയറി വിറ്റ് നടക്കണം അല്ലേ. ഈ ഒരു സാധ്യത ആദ്യം കേട്ട സമയത്ത് എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത ഏതാണ്, ഒരു പക്ഷേ ആദ്യമായിട്ട് കേൾക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ചിന്ത ഇത് ഇങ്ങനെ വീട് കയറി വിറ്റ് നടക്കേണ്ട ഒരു ഏർപ്പാടായിരിക്കുന്നത് അല്ലേ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട സാധ്യത എന്ന് വെച്ചാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വലിയൊരു ഇൻഡസ്ട്രിയാണ്. നമ്മൾ ഇൻഷുറൻസ് ഇൻഡസ്ട്രി, ഫിലിം ഇൻഡസ്ട്രി, അയൺ ഇൻഡസ്ട്രി എന്ന് പറയുന്ന പോലെ വലിയൊരു ഇൻഡസ്ട്രിയാണ്, ഒരു വ്യവസായമാണ്. അതല്ലെങ്കിൽ ഇതൊരു കച്ചവട രീതി കൂടിയാണ്. കച്ചവട രീതി എന്ന് പറയുമ്പോൾ നിങ്ങൾ സംശയിക്കേണ്ട, കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ കച്ചവട രീതി മാറിക്കൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് കച്ചവട രീതി എന്ന് പറയുന്നത്, ബാർട്ടർ സമ്പ്രദായമായിരുന്നു. ഇങ്ങനെ ചക്ക കൊടുത്ത് തേങ്ങ വാങ്ങുക, തേങ്ങ കൊടുത്ത് മാങ്ങ വാങ്ങുക, ഇങ്ങനെ സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന രീതിയായിരുന്നു. പിന്നെ നമ്മൾ കണ്ടു, പഴയകാല സിനിമയിലൊക്കെ കണ്ടു, തേന്മാൻ കൊണ്ടു സിനിമയിലൊക്കെ നമ്മൾ കണ്ടു, ചന്ത വരികയും ചന്ത ദിവസം ആളുകൾ ചന്തയിൽ പോയി സാധനങ്ങൾ വാങ്ങാൻ വിൽക്കാനും തുടങ്ങി. പിന്നെ അവിടുത്തെ ചെറിയ ചെറിയ കടകൾ വന്നു, പിന്നെ സൂപ്പർ മാർക്കറ്റ് വന്നു, പിന്നെ ഹൈപ്പർ മാർക്കറ്റ് വന്നു, പിന്നെ വലിയ വലിയ മാളുകൾ വന്നു, പിന്നെ ടെലി മാർക്കറ്റ് വന്നു. ഒരു 2 വർഷം മുമ്പൊക്കെ നമ്മൾ എന്തായാലും TV-യിൽ കൂടി ഇങ്ങനെ പരസ്യം കാണില്ല, ലാപ്ടോപ്പ് പോലത്തെ സാധനങ്ങളിലൂടെ സാധനങ്ങൾ വിൽക്കുന്ന രീതി വന്നു. ഇതിനൊക്കെ ശേഷമാണ് എന്താക്കുന്നത് ഇ-കൊമേഴ്സ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് വരുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിലുള്ള യുവാക്കളൊക്കെ സാധനം മേടിക്കുന്നത് എങ്ങനെയാണ്, ഫ്ലിപ്കാർട്ട്, സ്നാപ്ഡീൽ, ആമസോൺ തുടങ്ങിയ ഓൺലൈൻ കമ്പനികളിലൂടെയാണ് അല്ലേ. കേട്ടില്ലേ നിങ്ങൾ, ഓൺലൈൻ മാർക്കറ്റിംഗ് കമ്പനികൾ കേട്ടില്ലേ. ആമസോണിൽ പോയി നമുക്ക് എന്താക്കാൻ പറ്റും, പുറത്ത് നമ്മൾ ഷോപ്പിൽ പോയിട്ട് ഒരു ഷർട്ട് നോക്കി 1000 രൂപ, ആമസോൺ നോക്കിയാൽ ചിലപ്പോൾ എന്താക്കും 2,500 രൂപയ്ക്ക് കിട്ടും. ഇങ്ങനെ സാധനങ്ങൾ വില കുറച്ച് കിട്ടാൻ തുടങ്ങി. അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്, ആമസോണിൽ കയറി നമ്മളെ പേരും അഡ്രസ്സും വെച്ച് നമ്മളൊരു ID ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോപ്പ് കിട്ടുന്ന പല സാധനങ്ങളും ആമസോണിൽ കൂടി വില കുറച്ച് കിട്ടും. നമുക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടാവില്ല, ഇല്ല, വില കുറച്ച് മാറ്റി ഉപയോഗിക്കാം. പക്ഷേ വിൽക്കാൻ സാധിക്കില്ല. അതേപോലത്തെ ഒരു അവസരമാണ് ബയോട്ടോറിയ നമുക്ക് മുമ്പിൽ തരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഈ കമ്പനിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ പേരും നിങ്ങളുടെ അഡ്രസ്സും വെച്ച് നിങ്ങൾക്ക് എന്താക്കാം ഒരു ID ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ ഒരു ID ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കമ്പനി നിലവിൽ മാർക്കറ്റ് ചെയ്യുന്നതും ഇനി ഈ കമ്പനിയിലൂടെ മാർക്കറ്റ് ചെയ്യപ്പെടുന്നതുമായ എല്ലാ ഉൽപ്പന്നങ്ങളും നമുക്ക് 20 മുതൽ 40% അല്ലെങ്കിൽ 60% വില കുറച്ച് കിട്ടും. അതായത് 14,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ നമുക്ക് 8,400 രൂപയ്ക്ക് കിട്ടും. 24,000 രൂപയ്ക്ക് മുകളിൽ MRP ഉള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് 14,600 കിട്ടും. ഫസ്റ്റ് ഗുണം നമുക്ക് എന്താക്കാം, ഇത് വാങ്ങി ഉപയോഗിക്കാൻ സാധിക്കും. സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ 25 വർഷം വരെ നമുക്ക് എന്താക്കാം ഇത് ഉപയോഗിക്കാം.
ഇനി നമ്മളിത് ഉപയോഗിച്ചു, നമുക്ക് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടി. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് എന്താക്കാം, നമുക്ക് വേണ്ടപ്പെട്ട ആളുകളിലേക്ക് ഈ പ്രോഡക്റ്റ് പരിചയപ്പെടുത്താം. അങ്ങനെ പരിചയപ്പെടുത്തുന്ന കമ്പനി ഒരു നിർബന്ധവും നിങ്ങളോട് പറയുന്നില്ല. നിങ്ങൾ അങ്ങനെ പരിചയപ്പെടുത്തിയിരിക്കട്ടെ. നിങ്ങൾ പരിചയപ്പെടുത്തിയ വ്യക്തിക്ക് ഈ പ്രൊഡക്റ്റ് ആവശ്യമുണ്ട്, അവരിത് വാങ്ങി ഉപയോഗിക്കുകയോ വാങ്ങി വിൽക്കുകയോ ഇതുപോലൊരു ടീം ക്രിയേറ്റ് ചെയ്ത് ബിസിനസ് ചെയ്യുകയോ ചെയ്താൽ അങ്ങനെ നടക്കുന്ന കച്ചവടത്തിന്റെ ലാഭത്തിന്റെ നിശ്ചിത ശതമാനം കമ്പനി എന്താക്കും, പല പേരുകൾ നിങ്ങൾക്ക് അയച്ചു തരും. നേരത്തെ ഹരീഷൻ സാർ കൃത്യമായിട്ട് പറഞ്ഞു, ബൈനറി, ഫാമിലി, പെർഫോമൻസ്, റീപർച്ചേസ് തുടങ്ങി ഒരുപാട് പേരുകളിലൂടെ എന്താക്കും ഈ കമ്പനി നമുക്ക് വീതം വെച്ച് തരും. ഇങ്ങനെ തരുന്ന കമ്പനികളെയാണ് ഉണ്ടാകുന്നത് ആഗോളതലത്തിൽ ഡയറക്റ്റ് മാർക്കറ്റിംഗ് കമ്പനികൾ എന്ന് പറയുന്നത്. നമ്മളെ ലോക കോടീശ്വരനായ ബിൽ ഗേറ്റ്സിന്റെ ഒരു വാചകമുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്. അദ്ദേഹം കോടീശ്വരനായി നിൽക്കുന്ന സമയത്ത് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ്, എന്റെ മുഴുവൻ ബിസിനസ്സും തകർന്നു കഴിഞ്ഞ് ഞാൻ സീറോയിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും ഒരു തുടക്കമുണ്ടെങ്കിൽ ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചൂസ് ചെയ്യുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ലോക രാജ്യങ്ങളിൽ വരുത്തിയ മാറ്റങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ന് നിങ്ങൾ കാണുന്ന പല രാജ്യങ്ങളും, ജപ്പാൻ, ചൈന, കൊറിയ, അമേരിക്ക തുടങ്ങിയ ഒരുപാട് രാജ്യങ്ങൾ അവരുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തിയത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലൂടെയാണ്. അതുകൊണ്ടാണ് അമേരിക്കയുടെ പഴയ പ്രസിഡന്റ് ആയിരുന്ന ബിൽ ക്ലിന്റൺ അദ്ദേഹം തന്റെ ആത്മകഥയിൽ പറഞ്ഞൊരു വാചകമുണ്ട്. അമേരിക്കയുടെ സാമ്പത്തിക വ്യവസ്ഥ തകർന്ന സമയത്ത് ആ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത നിലനിർത്തിയത് ഡയറക്റ്റ് മാർക്കറ്റിംഗിലൂടെയാണ്. അമേരിക്കയിൽ നിന്ന് ട്രേഡിംഗ് നടക്കുന്നത് 74%. അതായത് 3 ലക്ഷം കോടിയുടെ ടേൺ ഓവറാണ് അമേരിക്കയിൽ എന്താക്കുന്നത്, ടേൺ ഓവർ ഓൺലൈനിൽ കൂടി നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ഫിക്കി KPMG ഉള്ള സംഘടന പറയുന്നുണ്ട്, ഈ ഒരു സാധ്യത ഇന്ത്യയിലേക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇന്ത്യയിൽ നിലവിൽ ഡയറക്റ്റ് മാർക്കറ്റ് ടേൺ ഓവർ എന്ന് പറയുന്നത് വെറും 25,000 കോടിക്കടുത്താണ്. 2025 ആകുമ്പോൾ ഇത് 64,000 കോടി എന്ന് പറയുന്നു. ഹിന്ദുസ്ഥാൻ ലിവർ എന്ന് കേട്ടോ നിങ്ങൾ? ഹിന്ദുസ്ഥാൻ ലിവർ അതായത് ഇന്ത്യയിൽ ഏകദേശം 30,000 കോടി മുകളിൽ ടേൺ ഓവർ ഉള്ള കമ്പനിയാണ്. ബ്രിട്ടീഷ് കമ്പനിയാണ്. ലോകത്ത് മുഴുവൻ അവർക്ക് ബിസിനസ് ഉണ്ട്. ഇന്ത്യയിൽ അത് ഹിന്ദുസ്ഥാൻ ലിവർ എന്നറിയപ്പെടുന്നെങ്കിൽ ബംഗ്ലാദേശ് ബംഗാളി ലിവർ എന്നറിയപ്പെടുന്നു, പാകിസ്ഥാനിൽ പാക് ലിവർ എന്നറിയപ്പെടുന്നു. ഇങ്ങനെ വേൾഡ് വൈഡ് വലിയ റീറ്റെയിൽ സംഖ്യകൾ ആ ഒരു കമ്പനിയുടെ കണക്ക് പ്രകാരം 2030 ആകുമ്പോഴേക്ക് ഇന്ത്യയിൽ ഡയറക്റ്റ് മാർക്കറ്റിന്റെ ടേൺ ഓവർ പറയുന്നത് 5 ലക്ഷം കോടിക്ക് മുകളിലാണ്. അതായത് വരുന്ന ഒരു 4-5 വർഷം കൊണ്ട് ഈ ഒരു മേഖല ലോകത്ത് ഉണ്ടാക്കാൻ പോകുന്ന സാധ്യത ഞാനോ നിങ്ങളോ സ്വപ്നം കാണുന്നതിനേക്കാൾ വളരെ മുകളിലേക്കാണ് ഈ സാധനം പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയും വലിയൊരു സാധ്യതയാണ് ഉണ്ടാക്കിയത് നമ്മളെ കയ്യിലേക്ക് കിട്ടിയത്. അപ്പൊ നമ്മൾ ഇതിനെ പറ്റി ഒന്ന് പഠിക്കണം. ഇത് കൃത്യമായിട്ട് ആർക്ക് മനസ്സിലായിട്ടുണ്ട്? ഗവൺമെന്റിന് മനസ്സിലായിട്ടുണ്ട്. അതായത് 2020 കണക്ക് പ്രകാരം ഡയറക്റ്റ് മാർക്കറ്റ് സാധ്യത പറഞ്ഞത് ഇന്ന് വേൾഡ് വൈഡിൽ ഏകദേശം 92 മില്യൺ ആളുകൾ ഈ ഒരു മേഖലയായിട്ട് കണക്റ്റഡ് ആണെന്ന് പറയുന്നത്. അതായത് 1 മില്യൺ എന്ന് പറയുന്നത് 10 ലക്ഷം. അപ്പൊ 92 മില്യൺ എന്ന് പറയുന്നത് 9,20,00,000 ആളുകൾ നിലവിൽ ഈ മേഖലയെ ഒരു കരിയറായിട്ട് തിരഞ്ഞെടുത്ത് കഴിഞ്ഞ ലോകത്ത്. അത്രയും വലിയൊരു സാധ്യതയാണ്. അതായത് ഇത് കോഴിക്കോടോ കണ്ണൂരോ വയനാടോ മാത്രം ചെയ്യുന്ന ഒരു ബിസിനസ് അല്ല, വേൾഡ് വൈഡ് നടന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇതിനെപ്പറ്റി നമ്മൾ കൃത്യമായിട്ടൊന്ന് പഠിക്കണം. തീർച്ചയായിട്ടും ഇങ്ങനെ നല്ല മേഖല വരുന്ന സമയത്ത് എന്താവും, കള്ള നാണയങ്ങളും ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ കുറെ കാര്യങ്ങൾ കാണുന്നുണ്ട്. ഡയറക്റ്റ് മാർക്കറ്റിന്റെ സാധ്യത മനസ്സിലാക്കി ഇതിലൂടെ ഇങ്ങനെ ആളുകൾക്ക് വരുമാനം കിട്ടുന്നു. കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം ഒരുപാട് കള്ള നാണയങ്ങൾ വന്നിട്ടുണ്ട്. കുറെ കാര്യങ്ങൾ ഗവൺമെന്റ് തന്നെ ബാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പല കമ്പനികളും ഫണ്ടിങ് മേഖലയിലൂടെ ഇപ്പൊ എന്താകുന്നത് കേരളത്തിൽ തലവെക്കുന്നുണ്ട്. കേട്ടില്ലേ? കമ്പനികളുടെ പേര് ഞാൻ എടുത്തു പറയുന്നില്ല. പിന്നെ ചില ആൾക്കാർ ക്രിപ്റ്റോ കറൻസി ആയിട്ട് വരുന്നുണ്ട്. കേട്ടിട്ടുണ്ടോ? ക്രിപ്റ്റോ കറൻസി ഇന്ന് ഏറ്റവും കൂടുതൽ സാധാരണക്കാരെ എന്താക്കുന്നുണ്ട്, ഡയറക്റ്റ് മാർക്കറ്റിന്റെ മറ പറ്റി ക്രിപ്റ്റോ കറൻസി പോലുള്ള ഫണ്ടിങ് കമ്പനികളിലൂടെ ആളുകളെ കൺവിൻസ് ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് ഒരു നിയമ സാധ്യതയില്ല. അവിടെ നമുക്ക് പണം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ്, അത് പോയതാണ്. പക്ഷേ ഡയറക്റ്റ് മാർക്കറ്റിന്റെ പ്രത്യേകത വെച്ചാൽ ഇതിന് കൃത്യമായ ഒരു നിയമമുണ്ട്. ഫിക്കി എന്നൊരു സംഘടനയുണ്ട് ഇന്ത്യയിൽ, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ഇൻഡസ്ട്രി. 1927 നമ്മുടെ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ സ്റ്റാർട്ട് ചെയ്ത ഇന്ത്യയിലെ വ്യവസായ പ്രമുഖന്മാരെല്ലാം അടങ്ങിയ ഒരു സംഘടനയാണ്. ഇന്ന് മുകേഷ് അംബാനി മുതൽ രത്തൻ ടാറ്റ മുതൽ നമ്മളെ യൂസഫ് അലി സാർ അടക്കമുള്ള ഒരുപാട് ആളുകൾ അംഗമായിട്ടുള്ള ഒരു സംഘടന. ഈ സംഘടന കഴിഞ്ഞ 10 വർഷം മുമ്പ് ഇന്ത്യയിൽ ഒരു മീറ്റിംഗ് നടത്തി ഡൽഹിയിൽ വെച്ച് 2014 ഡിസംബർ 5 തീയതി. അന്ന് അവർ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, ഇങ്ങനെ ഡയറക്റ്റ് മാർക്കറ്റിംഗ് വന്നൊരു വ്യവസായ ലോകത്തുണ്ട്. ഇത് ഇന്ത്യയിൽ വളരെ ശക്തമായി വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിൽ എന്താക്കാൻ പറ്റും, ഇന്ത്യയിൽ ഒരുപാട് ആളുകളിൽ ഈ ഒരു അവസരത്തിലൂടെ കോടീശ്വരന്മാരാക്കാൻ പറ്റും. അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന രാംവിലാസ് പാസ്വാന്റെ അധ്യക്ഷതയിൽ വെച്ചാണ് ആ മീറ്റിംഗ് നടന്നത്. അന്ന് അവർ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി, ഗ്ലോബൽ ഇൻഡസ്ട്രി, എംപവറിംഗ് മില്യൻസ് ഇൻ ഇന്ത്യ എന്നാണ് പറയുന്നത്. അതായത് ഇന്ത്യയിൽ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ആവശ്യമുള്ള വലിയൊരു വ്യവസായമാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ്. ഈ സാധനം നിയമത്തോടെ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പറ്റും, വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. അതിന് ചെറിയൊരു ഉദാഹരണം കൂടി അവർ പറഞ്ഞിട്ടുണ്ട്. ചൈന, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഒരു 15-20 വർഷം മുമ്പ് ചൈനയുടെ അവസ്ഥ, ഒരു 2000-2005 കാലഘട്ടത്തിലൊക്കെ ചൈന നേരിട്ട ഏറ്റവും വലിയ ദുരന്തം 2 മഹാദുരന്തങ്ങളായിരുന്നു. ഒന്ന്, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ചൈനയായിരുന്നു. തൊഴിൽ അവസരങ്ങൾ വളരെ കുറവായിരുന്നു, അല്ലേ? ചൈനയുടെ ഒരു കാലത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം അവസരങ്ങൾ കുറവും ജനസംഖ്യ കൂടുതലായിരുന്നു. പക്ഷേ ഒരു 20 വർഷത്തിന് ശേഷം ചൈന എന്താക്കി, ലോകത്തെ നമ്പർ രാഷ്ട്രമായി മാറി, സാമ്പത്തിക രാഷ്ട്രമായി മാറി. അവരവിടെ പ്രയോഗിച്ചൊരു ബുദ്ധി എന്താണെന്ന് പറയാം, ചൈനീസ് ഗവൺമെന്റ് പഠനത്തിന്റെ കൂടെ കുട്ടികൾ എന്ത് പഠിപ്പിച്ചു, ഡയറക്റ്റ് മാർക്കറ്റിന്റെ സാധ്യത പഠിപ്പിച്ചു. ഓരോ വീടുകളിലും സ്കൂളിന് ശേഷം ഉണ്ടാക്കാൻ തുടങ്ങി കുട്ടികളെ കൊണ്ട് ഓരോ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു. അത് അവിടെ ഡയറക്റ്റ് മാർക്കറ്റിലൂടെ മാർക്കറ്റ് ചെയ്യാൻ പഠിപ്പിച്ചു.
ആ സാധനം ഇന്ത്യ പോലുള്ള മഹാരാജ്യങ്ങളുടെ ചെറിയ പട്ടണങ്ങളിൽ പോലും എന്താക്കാൻ തുടങ്ങി, എത്തിച്ചു. നമ്മളെ പൈസ മുഴുവൻ എന്താക്കി, ചൈനീസിലേക്ക് പോയി അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരു 4-5 വർഷം മുമ്പ് നമ്മളെ വീട്ടിലെ പല സാധനങ്ങളും ചൈനീസ് ഐറ്റംസ് ആയിരുന്നു അല്ലേ? നമ്മളൊക്കെ ഒരുപാട് ചൈനീസ് സാധനങ്ങൾ വാങ്ങി ഉപയോഗിച്ചില്ലേ? ഈ സാധനങ്ങൾ എന്താക്കി അവർ മാർക്കറ്റ് ചെയ്ത് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലെയും ചെറിയ ചെറിയ സ്ഥലങ്ങളിലേക്ക് ഈ സാധനം എത്തിച്ചു. നമ്മളറിയാതെ നമ്മൾ കുറേ സാധനം വാങ്ങിയ സ്ഥലത്ത് നമ്മളെ പൈസയും കൊണ്ടുപോയി ഡയറക്റ്റ് ചൈനയിലേക്ക് പോയി. ചൈന എന്താക്കി വലിയൊരു സാമ്പത്തിക രാഷ്ട്രമായി മാറി. ഈ സാധ്യത നമ്മളെ ഗവൺമെന്റിന് മനസ്സിലായി, ഇത് ഇന്ത്യയിൽ വരണം. അതിനുശേഷം എന്താക്കിയത്, ഈ മേഖലയെ പറ്റി കൃത്യമായിട്ട് അവർ പഠിച്ചു. ഇന്ന് 100-ലധികം യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയിലെ 100-ൽ മുകളിൽ യൂണിവേഴ്സിറ്റികൾ ഇത് പാഠ്യവിഷയം മാറി. ഇന്ന് കേരളം എടുത്ത് പരിശോധിച്ചാൽ MBA-ക്കും BBA-ക്കും കൃത്യമായിട്ട് മാർക്കറ്റിനെ പറ്റി പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് 7ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയുടെ പാഠപുസ്തകം എടുത്ത് നോക്കി അതിൽ കാണാൻ പറ്റും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സാധ്യത. മനസ്സിലാക്കിയ ഒരു കാര്യം, പുതിയ പ്രൊഫഷണൽ കോഴ്സുകളായിട്ട് ഇത് വരാൻ പോവുകയാണ്. ഇനി നമ്മൾ BCom, BBA, MBA പോലെ പ്രൊഫഷണൽ കോഴ്സുകളായിട്ട് മാർക്കറ്റിംഗ് വരാൻ പോവാണ്. BNet, ENet, MBNet തുടങ്ങിയ രീതിയിൽ എന്താക്കണം, മാർക്കറ്റിംഗ് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ വരുന്ന 2-3 വർഷം കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യം, ഇന്ന് കോളേജിൽ പഠിക്കുന്ന പല യുവാക്കളും വലിയൊരു പ്രൊഫഷനായി ഏറ്റെടുക്കാൻ പോവുകയാണെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അതുകൊണ്ടാണ് നമ്മൾ ട്രേഡ് യൂണിയൻ മുഴുവൻ എന്താക്കി ഇതിനെ പറ്റി പഠിച്ച് കൃത്യമായിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഇന്ന് കേരളത്തിൽ നിലവിലുള്ള CIQ, INEC, STU, BMS, HMS എല്ലാ സംഘടനകളും എന്താക്കി ഇതിന് ട്രേഡ് യൂണിയൻ കൊണ്ടുവന്നു. ഗവൺമെന്റ് ഇതിനെ നിയമവൽക്കരിച്ചു. ഇന്ന് ഇന്ത്യയിൽ നെറ്റ്വർക്ക് മാർക്കറ്റിന് ആദ്യം നിയമം വരുന്ന സംസ്ഥാനമായിട്ട് ആദ്യം മാറി കേരളം മാറി. വലിയ സാധ്യത നമുക്കുണ്ട്. ഇതിനു വേണ്ട ഒരേ ഒരു കാര്യം എന്താണല്ലോ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ട ഒരേ ഒരു സാധനം റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞ ജനങ്ങളാണ്. ഇന്ന് നമ്മുടെ ഭാഗ്യം എന്താണ്, ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യത്താണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ? നമ്മൾ ഇന്ത്യക്ക് വേണ്ടി നമുക്കൊരു കൈയടിയിരിക്കാം. അതായത് വലിയ സാധ്യതയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിന്റെ സാധ്യത. ആളുകൾ മനസ്സിലാക്കി തുടങ്ങുന്നേ. ഇനി വരുന്ന തലമുറകൾ വലിയൊരു പ്രൊഫഷനായി ഏറ്റെടുക്കാൻ പോകുന്ന ഒരു അവസരം. പക്ഷേ ഇങ്ങനെ കിട്ടിയ ഒരു അവസരം കിട്ടിയെന്ന് മാത്രം നമ്മൾ രക്ഷപ്പെടുക. നമ്മൾ ഈ അവസരത്തിന്റെ സാധ്യത മനസ്സിലാക്കി നമ്മൾ പുതിയ ആളുകളോട് പോയി പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും ഉണ്ടാവും നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ? ഞാൻ ഈ ഒരു അവസരമൊക്കെ ആയിട്ട് ഇതിന്റെ സാധ്യത മനസ്സിലാക്കി എന്റെ കുറച്ച് സുഹൃത്തുക്കളോട് ആദ്യം പോയി പറഞ്ഞ സമയത്ത് അവരെന്താക്കി, എന്നെ കളിയാക്കിയിട്ടുണ്ട്, എന്നെ പിന്നോട്ട് വലിച്ചിട്ടുണ്ട്. കിടക്ക കച്ചവടമാണ്, നെറ്റ്വർക്കാണ്. ഒരു വ്യക്തി എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നീ എന്തൊക്കെ പറഞ്ഞാലും ഇത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലേ? അതായത് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ചില ആളുകളുടെ മനസ്സിൽ ഇപ്പോൾ എന്താണ്, എന്തോ തട്ടിപ്പാണെന്നുള്ള ചിന്തയാണ്. ഞാൻ അയാളോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലാണ്ട് എന്ത് രീതിയിലാണ് ലോകത്ത് വേറെ മാർക്കറ്റിംഗ് നടക്കുന്നത്? ഞാൻ അയാളോട് തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇപ്പൊ ഏത് സിമ്മാണ് ഉപയോഗിക്കുന്നത്? അയാൾ പറഞ്ഞു ജിയോന്റെ സിം. ഞാൻ ചോദിച്ചു, അംബാനിയുടെ വീട്ടിൽ പോയിട്ടാണോ നിങ്ങൾ ഈ സിം മേടിച്ചത്? അല്ല, പേരാമ്പ്ര എന്നാണ്. ഞാൻ ചോദിച്ചു, അംബാനിന്റെ അവിടെ ഉണ്ടാക്കിയ ഒരു സിം എങ്ങനെയാണ് പേരാമ്പ്രയിലേക്ക് വന്നത്? ത്രൂ നെറ്റ്വർക്ക് അല്ലേ? ഞാൻ ചോദിച്ചു, ബ്രിട്ടാനിയുടെ ബിസ്ക്കറ്റ് കഴിച്ചിട്ടുണ്ടോ? അയാൾ വന്ന് കഴിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, പഞ്ചാബിലെ അതിന്റെ ഫാക്ടറി പോയിട്ടാണോ വാങ്ങി കഴിച്ചത്? അല്ല, എവിടെയാണ് മേടിച്ചത്? പേരാമ്പ്രയുള്ള റീറ്റെയിൽ ഷോപ്പ്. ഞാൻ ചോദിച്ചു, അങ്ങനെ അവിടെയുള്ള സാധനം എങ്ങനെയാണ് പേരാമ്പ്രയ്ക്ക് വരുന്നത്? നെറ്റ്വർക്കാണ്. നമ്മൾ ലോകത്ത് വിജയിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ അതിന്റെ പിന്നിലൊക്കെ ഒരു നെറ്റ്വർക്കും കൂടിയുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടീശ്വരനാണ് മുകേഷ് അംബാനിയല്ലേ? അദ്ദേഹത്തിന്റെ വിജയരഹസ്യം എന്താണ്? അയാൾ ഒറ്റയ്ക്ക് പണിയെടുത്തിട്ടാണോ? അയാൾ 4 ലക്ഷത്തിന് മുകളിൽ നെറ്റ്വർക്ക് ഉണ്ടാക്കിയിട്ടു. ആ നെറ്റ്വർക്കിലൂടെ പല രീതിയിൽ പല കാര്യങ്ങൾ മാർക്കറ്റ് ചെയ്യപ്പെടുന്നു. അതിലൊരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യപ്പെടുന്നു. അയാൾ ബസ് ഉണ്ട്, തിയേറ്റർ ഉണ്ട്, ഇവിടെയൊക്കെ ആളുകൾ അദ്ദേഹം നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ആരാണോ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് അവരാണ് ഉണ്ടാക്കുന്നത് എല്ലാ മേഖലയിലും ടേൺ ഓവർ കൂടുതൽ ഉണ്ടാക്കുന്നത്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ റോഡ് സൈഡിലൊക്കെ പോകുന്ന സമയത്ത് എന്ത് കാണും ഇല്ലേ? ഒരുപാട് ഹിന്ദിക്കാരെ വെച്ച് വലിയ 10-20 നിലയിലെ വലിയ ബിൽഡിംഗ് ഉണ്ടാക്കുന്നില്ലേ? നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ വാർപ്പ് കൂടല്ലേ പെട്ടെന്ന് താമസിക്കുന്നത്. നമ്മുടെ വീട്ടിൽ നമ്മൾ എന്താക്കും, വാർക്കുന്ന സമയത്ത് എന്താക്കും, ഒരു കോൺട്രാക്ടർ വിളിക്കും. അയാൾ ഒരു 4-5 പണിക്കാരെ വെച്ച് എന്താക്കും, ആ സാധനം സെറ്റ് ചെയ്യും. പണിക്കാർക്ക് ചിലപ്പോൾ ഒരു ദിവസം 1000 രൂപ കൂലി ഉണ്ടാവും. ആ കോൺട്രാക്ടർക്ക് വീട് വാർക്കുന്ന സമയത്ത് 1000 രൂപയാണ് കിട്ടുന്നത് ഇല്ലേ? 10,000 ലാഭം ഉണ്ടാവും. ഇനി ഇത് 100 കണക്കിന് ആൾക്കാരെ വെച്ച് ചെയ്യുന്ന, ഹിന്ദിക്കാരൊക്കെ വെച്ച് ചെയ്യുന്ന വലിയ കോൺട്രാക്ടർക്ക് കൂടുതൽ ആൾക്കാരെ വെച്ച് വർക്ക് ചെയ്യുമ്പോൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കും. ഇനി ലക്ഷക്കണക്കിന് ആൾക്കാരെ വെച്ച് വർക്ക് ചെയ്യുന്ന മുകേഷ് അംബാനി, ഗോകുലം ഗോപാലൻ, കൊച്ചൗസേ ചിറ്റിലപ്പള്ളി, MA യൂസഫ് പോലുള്ള ബിസിനസ്സുകാർ, വൻകിട ബിസിനസ്സുകാർ കൂടുതൽ ആൾക്കാരെ വെച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ടേൺ ഓവർ ഉണ്ടാക്കുന്നു, കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാകുന്നു. ഇവിടെ എന്തുകൊണ്ടാണ് സാധാരണക്കാരായി നിൽക്കുന്നത് വെച്ചാൽ ഒറ്റ ചോദ്യമുള്ളൂ. സാധാരണക്കാരൻ എപ്പോഴും ഒറ്റയ്ക്ക് പണിയെടുക്കുന്ന ആളുകളാണ്. ഒറ്റയ്ക്ക് പണിയെടുത്ത് ലോകത്ത് കോടീശ്വരനായ ഒരു വ്യക്തി പോലും ഇല്ല. നേരത്തെ കൃത്യമായിട്ട് സാർ പറഞ്ഞു, ഒരു ഒറ്റയ്ക്ക് പണിയെടുക്കുന്ന സമയത്ത് നേരത്തെ ഒരു കണക്ക് നിങ്ങളെ മുമ്പിൽ അവതരിപ്പിച്ചില്ല. 25,000 രൂപ മാസം മാറ്റി വെക്കാറുണ്ടോ? പല ആൾക്കാരും ഉത്തരം ഇല്ലാന്നാണ്. എന്തുകൊണ്ടാണ് അത് ഇല്ലാതെന്ന് സിമ്പിളായിട്ട് പറയാം. ഒറ്റയ്ക്ക് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഗവൺമെന്റ് മേഖലയോ പ്രൈവറ്റ് മേഖലയോ ഏത് മേഖലയിലായിക്കോട്ടെ, ഞാൻ ഒരു ദിവസം മാക്സിമം വർക്ക് ചെയ്താൽ എത്ര മണിക്കൂർ വർക്ക് ചെയ്യും? 8 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂർ. ഒരു വർഷത്തിൽ 365 ദിവസം ഞാൻ വർക്ക് ചെയ്താൽ 365 × 10 3650 മണിക്കൂർ വർക്ക് ചെയ്യും. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച അതേ 30 വർഷം ഇൻറ്റു ഗുണിച്ചു കഴിഞ്ഞാൽ 3650 × 30 ഗുണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് കിട്ടാൻ പറ്റും. 1,09,500 മണിക്കൂർ എന്താക്കാൻ പറ്റും? ഒരു 30 വർഷം നമുക്ക് പണിയെടുക്കാൻ പറ്റും. അതിന്റെ വരുമാനം കിട്ടും.
അതിന്റെ വരുമാനം സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഇങ്ങനെ ഹരിച്ചിട്ട് നമ്മളെ ദിവസക്കൂലി കൊണ്ട് ഹരിച്ചാൽ മതി. അതായത് 700-800 വെച്ച് അടിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. പക്ഷെ ഇവിടെ ബിസിനസ് ചെയ്യുന്നത് ചെറിയ ആളുകളെ അല്ലെങ്കിൽ ചെറിയ വർക്കിംഗ് അവർ കൊണ്ട് കൂടുതൽ ഉണ്ടാക്കാൻ പറ്റും ടേൺ ഓവർ ഉണ്ടാക്കും. സിമ്പിൾ ഉത്തരം പറഞ്ഞാൽ നിങ്ങൾ ഒരു ദിവസം ഒറ്റയ്ക്ക് പണിയെടുക്കുന്ന വർക്ക് നിങ്ങൾ 30 വർഷം ഒറ്റയ്ക്ക് പണിയെടുക്കുന്ന വർക്ക് 30 ആളെ വെച്ചാൽ നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. മനസ്സിലായോ? നിങ്ങൾ ഒറ്റയ്ക്ക് 30 വർഷം ചെയ്യുന്ന വർക്ക് 30 ആളെ വെച്ചാൽ നിങ്ങൾക്ക് ഒറ്റ വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. സെയിം വർക്കാണ് നടക്കുന്നത്. ബാക്കി 29 വർഷം നിങ്ങൾക്ക് ലാഭമാണ്. പക്ഷെ അങ്ങനെ ചെയ്യണമെങ്കിൽ 30 ആളെ പണിക്ക് വെക്കണമെങ്കിൽ നമ്മളെ കയ്യിൽ എന്ത് വേണം? പൈസ വേണം, അല്ലേ? ഇതാണ് 90% ആൾക്കാരെയും ആളുകളെ പണിക്ക് വെച്ച് വർക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കാത്ത ഏറ്റവും വലിയ ഘടകം വെച്ചാൽ സാമ്പത്തിക മുതൽ മുടക്ക്. നമ്മളെപ്പോൾ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട് ജോലി വീട്ടിൽ നിന്ന് നമ്മളെ പ്രയോഗിക്കുന്നത് പഠിക്കാനാണ്. നന്നായിട്ട് പഠിച്ചാൽ നല്ല ജോലി കിട്ടും, അല്ലേ? ആരെങ്കിലും നമ്മളോട് ബിസിനസ് ചെയ്യാൻ പറയുന്നുണ്ടോ? നന്നായി പഠിക്കുന്ന പറയുന്നത്. എന്തുകൊണ്ടാണ് കൂടുതൽ പഠിക്കാൻ പറയുന്നത്? ബിസിനസ്സിലേക്ക് ഇറങ്ങാത്തത് അല്ലെങ്കിൽ ബിസിനസ് പ്രൊമോട്ട് ചെയ്ത് 2 കാരണമാണ്. ഒന്ന്, ബിസിനസ്സിലേക്ക് ഇറങ്ങണമെങ്കിൽ മുതൽ മുടക്ക് വേണം. ഇന്ന് കോഴിക്കോട് സിറ്റിയിൽ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ മിനിമം 50 മുതൽ 1 കോടി വരെ എന്താകണം നമ്മൾ മുടക്കണം. നല്ലൊരു ബിസിനസ് ആണെങ്കിൽ, അല്ലേ? അങ്ങനെ മുടക്കാൻ നമ്മളെ കയ്യിലില്ല. 90% ആൾക്കാരുടെ കയ്യിൽ മുതൽ മുടക്കാൻ ക്യാഷ് ഇല്ല. അതുകൊണ്ടാണ് ബിസിനസ് ഫോക്കസ് ചെയ്തത്. ഇനി രണ്ടാമത്തെ സാധ്യത, അങ്ങനെ മുതൽ മുടക്കി നമ്മൾ കടമൊക്കെ എടുത്ത് ഒരു ബിസിനസ് തുടങ്ങിയാലും അത് ലാഭത്തിൽ പോകണം നിർബന്ധമുണ്ടോ? ഇല്ല, നഷ്ടസാധ്യത വരാം. കോഴിക്കോട് സിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ ബിസിനസ് ലാഭത്തിലാണോ? കുറെ ആളുകൾ തുടങ്ങിയത് കൊണ്ട് പിടിച്ചു നിൽക്കുന്നുണ്ട്. പക്ഷെ ഡയറക്റ്റ് മാർക്കറ്റിംഗ് നിങ്ങൾ നോക്ക്, ഇവിടെ ഒരു നഷ്ടസാധ്യതയില്ല. കാരണം അനാവശ്യമായിട്ട് 1 രൂപ പോലും നിങ്ങളെടുത്ത് വാങ്ങിക്കുന്നില്ല. നേരത്തെ ഹരീഷൻ സാർ പറഞ്ഞു ഈ ഒരു അവസരത്തിലേക്ക് വരാൻ നിങ്ങളോട് എന്തെങ്കിലും ക്യാഷ് ചോദിച്ചോ? 1 രൂപ നിങ്ങൾ കൊടുക്കണ്ട. നിങ്ങൾക്ക് ഒരു ID ഫ്രീ ആയിട്ട് കിട്ടും. ആ IDയിലൂടെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കാം. ഒറ്റ തവണ നിങ്ങൾക്ക് വാങ്ങി ഉപയോഗിക്കാം. അതുകൊണ്ട് അനാവശ്യമായിട്ട് ഒരു നഷ്ടസാധ്യതയും നിങ്ങൾക്കില്ല. സാധാരണ നമ്മളൊരു ബിസിനസ് ചെയ്താൽ നമ്മൾ എന്താകണം? അതിനിങ്ങനെ മുതൽ മുടക്കിക്കൊണ്ടിരിക്കണം. നിങ്ങളൊരു ഷോപ്പ് ഇട്ട് കഴിഞ്ഞാൽ വാടക കൊടുക്കണം, കറണ്ട് ബില്ല് കൊടുക്കണം, പണിക്കാർ വെച്ചാൽ സാലറി കൊടുക്കണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ നിങ്ങൾ ഇവിടെ ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്ത് നിങ്ങൾ ഇവിടെ ചെയ്യുകയാണെങ്കിൽ 1 രൂപ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ഇല്ല. ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നു, 25 വർഷം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ വർക്കിംഗ് അവറിലൂടെയാണ് ബിസിനസ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നോ ലോസ് ബിസിനസ് ആണിത്. പ്രോഫിറ്റ് പിന്നെ ഞാൻ പറയണ്ട. നിങ്ങൾ നേരത്തെ ഹരീഷ് സാർ കൃത്യമായി കാണിച്ചു. 1 വർഷം കൊണ്ട് 1 കോടി, ഇല്ലേ? 2 വർഷം കൊണ്ടുണ്ടാക്കി 3 കോടിയൊക്കെ മേടിച്ച ആൾക്കാർ ഈ ബിസിനസ്സിലുണ്ട്. അതൊന്നുമല്ല, ഇതിൽ ടോപ്പ് ID അടിച്ച ആള് നിതേഷ് മേഹത 46 മാസം കൊണ്ട് 23 കോടി രൂപ ഈ ബിസിനസ്സിലൂടെ വരുമാനം മേടിച്ചു. അതായത് ഒരു സാധാരണക്കാരൻ 15,000 രൂപയ്ക്ക് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തൊരു വ്യക്തി നെറ്റ്വർക്ക് മാർക്കറ്റിന്റെ സാധ്യത മനസ്സിലാക്കി കമ്പനിയിലേക്ക് വന്ന് വെറും 46 മാസം ഈ ബിസിനസിനെ പറ്റി പഠിച്ചൊന്ന് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് കിട്ടിയ ടോട്ടൽ ഇൻകം 23 കോടിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് വലിയൊരു പ്രൊഫഷനാണ്. ഇപ്പൊ നമ്മൾ കാണുന്ന പ്രൊഫഷൻ ഡോക്ടർമാർ, എഞ്ചിനീയർമാരൊക്കെ പ്രൊഫഷൻ അല്ലേ, അല്ലേ? ഒരാളൊരു ഡോക്ടർ ആവണമെങ്കിൽ ഏറ്റവും ചുരുങ്ങി 5 വർഷം അയാൾ പഠിക്കണം. 10 മാസം ഹൗസ് സർജറി, അല്ലേ? ഒരു 6 വർഷം കഴിയുമ്പോഴാണ് അയാൾക്ക് വരുമാനം കിട്ടാൻ തുടങ്ങുന്നത്. അതുവരെ ഇൻവെസ്റ്റ്മെന്റ് അങ്ങോട്ടാണ്. പക്ഷേ ഈ ഡയറക്റ്റ് മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ പഠിച്ച 1 വർഷം നിങ്ങൾ ഇതിനെ പറ്റി ഒന്ന് പഠിക്കാൻ തയ്യാറായാൽ 1 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയാൽ ആ സമയത്ത് നിങ്ങൾക്ക് വരുമാനം കിട്ടാൻ തുടങ്ങും. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ആദ്യത്തെ ദിവസം തൊട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വരുമാനം ഉണ്ടാക്കാം. വേറെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. അതുകൊണ്ട് കൃത്യമായിട്ട് ഇതിനെ പറ്റി ഒന്ന് പഠിക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. നമ്മളിതിന്റെ സാധ്യത മനസ്സിലാക്കി നമ്മളെ വേണ്ടപ്പെട്ട ആളുകളോട് നമ്മൾ ആദ്യം പോയി പറയും. തീർച്ചയായിട്ടും പോയി പറയുന്ന സമയത്ത് എന്താകും? പിന്നോട്ട് വലിക്കലുണ്ടാവും. എനിക്കും കുറെ അനുഭവം ഉണ്ടായിട്ട് ഞാൻ ചെറിയൊരു കഥയിലൂടെയാണ് നിങ്ങൾക്കൊന്നും മനസ്സിലാക്കുക. കഥ ഇഷ്ടമാണോ നിങ്ങൾക്ക്? എന്തായാലും വൈ ഒരു കൈയടി വെച്ചാൽ നല്ല ഒരു ചെറിയ കഥ. ഈ കഥ ഞാൻ മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം കേട്ടവര് എന്താക്കുക, ഇത് പുതിയവർക്കുള്ള കഥയാണ്. ഒരിക്കൽ കൂടി കേൾക്കാൻ യോഗ ഉണ്ടെന്ന് കരുതിയാൽ മതി. ഓക്കെ, ഓക്കെ. അതായത് നമ്മളെ ഇന്ത്യയിൽ നിന്ന് ഞണ്ടിനറിയില്ല നിങ്ങൾ? ഞണ്ടിനെ വിദേശത്തേക്ക് യൂറോപ്പിലേക്ക് കയറ്റി വിടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. അങ്ങനെ 29 സ്റ്റേറ്റ് ഉണ്ടാക്കി ഇങ്ങനെ ഞണ്ടിനെ കളക്ട് ചെയ്തിട്ട് ഓരോ ഭരണികളിലാക്കിയിട്ട് കപ്പലിലാക്കിയിട്ട് ഉണ്ടാക്കും യൂറോപ്പിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ഒരു ദിവസം ഇതുപോലെ എന്താക്കി വിദേശത്ത് ഉള്ള ഒരു കപ്പൽ വന്നു. ഇതുപോലെ എന്താക്കി 29 സ്റ്റേറ്റിൽ ഞണ്ടിനെ കളക്ട് ചെയ്തിട്ട് കപ്പലിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കപ്പിത്താൻ ഇങ്ങനെ കാണാണ് ഓരോ ഭരണിയായിട്ട് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ഭരണിയും വൃത്തിയിൽ ഭംഗിയായിട്ട് അടച്ചു മൂടി കെട്ടിയിട്ടുണ്ട്. കാരണം ജീവനുള്ള ഞണ്ട. പക്ഷെ ഒരു ഭരണി മാത്രമില്ല, മൂടിയിട്ടില്ല, തുറന്നിട്ടുണ്ട്. അപ്പൊ കപ്പിത്താൻ ചോദിച്ചു ഇതെന്താ സംഭവം? അപ്പോൾ അയാൾ കൃത്യമായിട്ട് ഇത് ഓരോ സ്റ്റേറ്റിലെ ഞണ്ടാണ്, അതുകൊണ്ട് ഇങ്ങനെ കൃത്യമായിട്ട് മൂടിയിട്ടാണ്. അപ്പൊ അയാൾ ഇതെന്താ ഒരു ഭരണി മാത്രം മൂടാത്തത്? അത് മൂടേണ്ട ആവശ്യമില്ലാണ്. അതെന്താ വെച്ചാൽ അത് കേരളത്തിലെ ഞണ്ടാണ്. അപ്പൊ കപ്പിത്താൻ ഭയങ്കര അത്ഭുതം. കേരളത്തിലെ ഞണ്ടിന്റെ പ്രത്യേകത എന്താ? അപ്പൊ അയാൾ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, കേരളത്തിലെ ഞണ്ടിന്റെ വേറെ പ്രത്യേകതയില്ല, ഒരു ഞണ്ടും കയറി പോകില്ല. കാരണം ഒരു ഞണ്ട് കയറി പോകുമ്പോൾ മറ്റേ ഞണ്ട് പിടിച്ചു വെച്ചതായിട്ടുള്ളൂ. എല്ലാവർക്കും കയറി പോകാൻ അവസരമുണ്ട്, പക്ഷെ ഒന്നിനെ രക്ഷപ്പെടാൻ ഞണ്ട് സംഭവിക്കില്ല, നമുക്ക് അടുത്തന്നെ വെച്ചതായിട്ടുള്ളൂ. ഇതുപോലെ തന്നെയാണ് നമ്മൾ ബിസിനസ്. നമ്മൾ ഇതിന്റെ സാധ്യത മനസ്സിലാക്കി നമ്മളെന്താക്കി നമ്മളെ വേണ്ടപ്പെട്ട ഒരാളെടുത്ത് വരി പറഞ്ഞു, അയാൾക്കും ഇതിലേക്ക് വന്ന് രക്ഷപ്പെടാം. അയാൾ രക്ഷപ്പെടില്ല,
നമ്മളെ രക്ഷപ്പെടാൻ സമ്മതിക്കില്ല. നമ്മളെന്താക്കും? പിടിച്ചു വലിക്കും. ഇത് മണി ചെയിനാണ്, ഇത് മറ്റേ കിടക്ക കച്ചവടമാണെന്ന് നമ്മൾ പിടിച്ചു വലിക്കും. അങ്ങനെ നിങ്ങളെ ആരെങ്കിലും പിടിച്ചു വലിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുക? ഈ ഒരു കഥ മനസ്സിൽ വെക്കുക. ഇവൻ കേരളത്തിലെ ഞണ്ടാണ്. ആ ഞണ്ടിന്റെ പിടിയിൽ നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളും രക്ഷപ്പെടുക, അവരും രക്ഷപ്പെടുക. അങ്ങനെ കുറച്ച് ഞണ്ടിനെ ഞാൻ കണ്ട സമയത്ത് ഞാൻ എന്താക്കി? ഞാൻ അവരിൽ നിന്നൊന്ന് മാറി നടന്നു. ഞാൻ കുറെ സാധ്യതയുള്ള ഷഹീദ് സാറിനെ പോലെ ബിജു സാറിനെ പോലെ കുറച്ച് ആളുകളിലേക്ക് ഈ സാർ എത്തിച്ചു. അവർ എന്നെക്കാട്ട് ആവശ്യമായിരുന്നു. ഷഹീദ് സാർ എഞ്ചിനീയറാണ്, പക്ഷെ അദ്ദേഹം ഒരു എക്സ്ട്രാ വരുമാനം നോക്കി നടക്കുക. ഞാൻ പോയി പറഞ്ഞു ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്, ആണോ, എന്ത് ചെയ്യാം, എങ്ങനെ ചെയ്യാം? അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് 15,000 മുകളിൽ ആളുകളിലേക്ക് ഈ ബിസിനസ് എത്തി. ഏകദേശം 40 ലക്ഷത്തിന് വരുമാനം എത്തി. സാധാരണക്കാരനായ ഒരു ബിജു എന്ന വ്യക്തി, കാരണമുള്ള ഒരു വ്യക്തി, അയാൾ വെറും കെട്ടിന്റെ പിന്നെ മണിക്കുന്ന വ്യക്തിയാണ്. ഞാൻ ഈ ബിസിനസിന്റെ സാധ്യത പറഞ്ഞു കൊടുത്തു. അയാൾ 8ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ളൂ, പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം അയാൾ കൃത്യമായിട്ട് ഉൾക്കൊണ്ടു. എന്നോട് ചോദിച്ചു ഞാൻ രക്ഷപ്പെടണം, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു ഇങ്ങനെ എങ്ങനെ ചെയ്യും. ഇത് RK സാർ, JP സാറൊക്കെ ഇതിൽ കൂടി ലക്ഷങ്ങൾ വരുമാനം പഠിക്കുന്നത്, അവരൊക്കെ ചെയ്ത മെത്തേഡ് ഇതാണ്, ഇങ്ങനെ ചെയ്യും. സെബാസ്റ്റ്യൻ സാർ കണ്ടക്ടറാണ്, അയാൾ എന്താക്കി ആ സമയത്ത് 50 ലക്ഷത്തിന് ഇത് വരുമാനം പഠിച്ചിട്ട് കാണിച്ചു കൊടുത്തു. അപ്പൊ ഇവർക്കൊക്കെ കിട്ടും, എനിക്കും കിട്ടും അല്ലേ? കിട്ടും, തീർച്ചയായും കിട്ടും. പറയുന്ന കാര്യങ്ങൾ ചെയ്യും. അദ്ദേഹം കൃത്യമായി ചെയ്തു. ഇന്ന് ഏകദേശം 26 ലക്ഷത്തിന് മുകളിൽ വരുമാനം മേടിച്ചു. ഇന്നലത്തെ നിങ്ങളെ സ്റ്റാറ്റസിനൊക്കെ ഇന്നലത്തെ അദ്ദേഹത്തിന് ഒറ്റ ദിവസത്തെ വരുമാനം 21,000 രൂപയാണ്. ഒരു സാധാരണ കൃത്യന്റെ പഠിക്കുന്ന വ്യക്തി പോലും ഈ ബിസിനസ് കൂടി ഇത്ര വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. നമ്മളെ നാട്ടിൽ ആഗ്രഹങ്ങളുള്ള, ലക്ഷ്യങ്ങളുള്ള, വരുമാനം ആവശ്യമുള്ള ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾ അവരെ ഒന്ന് കണ്ടെത്താൻ ശ്രമിക്കും. കുറച്ച് ആളുകളെ കണ്ടെത്തി അവരിലേക്ക് ഈ ഒരു അവസരം എത്തിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കും. ഞാൻ ഈ 15,000 ആൾക്കാരെ ഞാൻ കൊണ്ടുവന്നില്ല, ഞാൻ ഡയറക്റ്റ് 12 ആൾക്കാരെ കൊണ്ടുവന്നിട്ടുള്ളൂ. ഈ 12 ആളും ആവശ്യക്കാരായതുകൊണ്ട് ഈ 12 ആളുകൂടി എന്താക്കി ഇന്ന് 12,000 ആൾക്കാരായി പോയി. ഇതുപോലെ നിങ്ങൾ കൊണ്ടുവരുന്ന വ്യക്തി ചിലപ്പോൾ അയാൾ നിങ്ങളെക്കാൾ എന്തുണ്ടാവും, ഒരു നല്ല വീട് ആവശ്യമുള്ള ആളായിരിക്കും, അല്ലെങ്കിൽ മക്കളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും, അല്ലെങ്കിൽ മക്കളെ കല്യാണം കഴിക്കാൻ വരുമാനത്തിന് ബുദ്ധിമുട്ടുന്ന രക്ഷിതാവായിരിക്കും. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഈ ആഗ്രഹങ്ങൾ ഈ ബിസിനസ്സിലൂടെ നടക്കുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും ഞങ്ങളോട് അസോസിയേറ്റ് ചെയ്യും. അങ്ങനെ നിങ്ങളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന വ്യക്തികളെ ഇതുപോലുള്ള പ്രോഗ്രാമുകൾ കൊണ്ടിരുത്തി ഇതിന്റെ സാധ്യതകൾ പഠിപ്പിക്കുന്ന, ഇതിന്റെ സെമിനാറുകൾ പങ്കെടുപ്പിക്കും. ഒരു 2-3 വർഷം നിങ്ങൾക്ക് എന്താക്കാം? ഒരുപാട് ആളുകളെ കൂട്ടി ഒരു വലിയ എന്റർപ്രണർ ആകാനുള്ള അവസരം നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. ഒരു നഷ്ടസാധ്യത ഇല്ലാണ്ട് ഒരു 2-3 വർഷം കൊണ്ട് നിങ്ങൾക്ക് എന്താ പറ്റും? ഇവിടെ റിട്ടയർമെന്റ് എടുക്കാൻ പറ്റും. 2-3 അഡ്വാൻറ്റേജ് ഇത്രയേ ഉള്ളൂ. ഒന്ന്, നോ ലോസ് ബിസിനസ് ആണ്, ഒരു നഷ്ടസാധ്യതയില്ല. ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു ഒരാൾക്ക് ഒരു നഷ്ടസാധ്യത തരല്ല. രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഇവിടെ നമുക്ക് എന്തില്ല, ഒരു ടൈം ലിമിറ്റ് ഇല്ല. ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ വർക്ക് ചെയ്യണമെന്നില്ല. നിങ്ങളിപ്പോൾ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ മലബാർ റോഡിൽ നിങ്ങൾക്ക് എന്താക്കി ഒരു ജോലി കിട്ടി, 20,000 രൂപ സാലറി ഉണ്ട്. കൃത്യം 8 മണിക്ക് അല്ലെങ്കിൽ 9 മണിക്ക് നിങ്ങൾ അവിടെ എത്തണം. വൈകുന്നേരം 7 മണി വരെ നിങ്ങൾ അവിടെ വർക്ക് ചെയ്യണം, വേണ്ടേ? 1-2 ദിവസം നമുക്ക് വൈകാൻ പറ്റും. 3-ാം ദിവസം വൈകാൻ എന്താക്കും? MD നമ്മളെ വിളിക്കും, അല്ലെ മാനേജർ വിളിക്കും, ഇനി ഇങ്ങോട്ട് വരണ്ടാന്ന് പറയും. പക്ഷേ ബയോട്ടോർ നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു 10 ദിവസം അസുഖമായിട്ട് കിടന്നാൽ പോലും MD വിളിച്ച് ചോദിക്കില്ല എന്താ വർക്ക് ചെയ്യാത്തത്. അതായത് ഒരാളും നമ്മളെന്തില്ല, നമ്മളെ നിയന്ത്രിക്കാൻ ഒരു ബോസ് ഇവിടെ ഇല്ല. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങളെ ടൈമിൽ ബിസിനസ് ചെയ്യാം. പിന്നെ ഏർലി റിട്ടയർമെന്റ്, സാധാരണ നമ്മളൊരു ജോലി ചെയ്യണമെങ്കിൽ 60 വയസ്സിലൊക്കെ റിട്ടയർമെന്റ് എങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എന്താക്കാം? 2-3 വർഷം കൊണ്ട് നേരത്തെ റിട്ടയർമെന്റ് എടുക്കാം. നിങ്ങൾക്ക് ജീവിതം എൻജോയ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ നിതേഷ് മേത്ത സാറ് ഇപ്പൊ 6 മാസമായിട്ട് അമേരിക്കയിൽ ടൂറിലാണ്. ഒരു സാധാരണക്കാരൻ നെറ്റ്വർക്കിന്റെ സാധ്യത മനസ്സിലാക്കി ബിസിനസ് ഏറ്റെടുത്ത സമയത്ത് അദ്ദേഹത്തിനൂടെ വരുമാനം ആവശ്യമുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ വന്ന സമയത്ത് ഇന്ന് അദ്ദേഹം വർക്ക് ചെയ്തിരിക്കുന്നതിൽ അദ്ദേഹം എന്താണ് പല രാജ്യങ്ങൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള അവസരം, ഒരുപാട് പുതിയ ആളുകളെ കാണാനുള്ള അവസരം, ഇതുപോലെ സ്റ്റേജിൽ നിന്ന് സംസാരിക്കാനുള്ള ഒരുപാട് ഭാഗ്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. തീർച്ചയായിട്ടും ഇതിലേക്ക് കടന്നു വന്ന് നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും സമയം വൈകിട്ട് കൂടുതൽ തിരിക്കുന്നില്ല, ഒറ്റ വാചകം പറഞ്ഞ് ഞാൻ അവസാനിക്കുകയാണ്. ഇങ്ങനെയാണത്, ടു ഗെറ്റ് സംതിങ് വിച്ച് വി ഹാവ് നെവർ ഗോട്ട്, വി ഹാവ് ടു ഡു സംതിങ് വിച്ച് വി ഹാവ് നെവർ ഡൺ. ഒന്ന് മലയാളീകരിച്ച് പറഞ്ഞാൽ ഇങ്ങനെയാണ്, നമ്മൾ ഇന്നലെ വരെ കണ്ട ആളുകളെ കാണുകയും നമ്മൾ ഇന്നലെ വരെ ചെയ്ത പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്താൽ നമുക്ക് ഇന്നലെ വരെ കിട്ടിയ നേട്ടങ്ങളെ കിട്ടും. പുതിയ നേട്ടങ്ങൾ നമുക്ക് കിട്ടണമെങ്കിൽ പുതിയ ആളുകളെ കാണാനും പുതിയ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ നമുക്ക് പറ്റണം. അങ്ങനെ ഒരുപാട് പുതിയ ആളുകളെ കാണാനും ഒരുപാട് പുതിയ ആളുകളിലേക്ക് അവസരം ഈ ഒരു ബിസിനസ് സാധ്യത എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഏൽപ്പിച്ച കർത്തവ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. എന്നെ ഏൽപ്പിച്ച കർത്തവ്യം എന്ന് പറയുന്നത് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനുള്ളതാണ്. ഇന്ന് ഈ ഒരു പ്രോഗ്രാം നിയന്ത്രിച്ചത് മറ്റാരുമല്ല, തൻ്റെ ഒരു സുഹൃത്തിലൂടെ ഡയറക്ട് മാർക്കറ്റിന്റെ സാധ്യത മനസ്സിലാക്കി ഇന്ന് താമരശ്ശേരിയിൽ നിന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കേരളത്തിലെ പല ജില്ലകളിലും വളരെ ശക്തമായ ടീമിനെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന മുക്കം സ്വദേശി ശ്രീ ബിജു സാറാണ്. അദ്ദേഹത്തിന് എന്റെ പേരിലും ബയോട്ടോർ കമ്പനിയുടെ കൃത്യമായി നൽകപ്പെടുകയാണ്. ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം പ്രസന്റ് ചെയ്തത് മറ്റാരുമല്ല, ഒരു കൊച്ചിൻ ഷിപ്പ് യാർഡിൽ ഒരു എഞ്ചിനീയറായി വർക്ക് ചെയ്യേ നെറ്റ്വർക്കിന്റെ സാധ്യത തന്റെ സുഹൃത്തിലൂടെ മനസ്സിലാക്കി തന്റെ വീട്ടിലുള്ള ആൾക്ക് പ്രൊഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയതിനു ശേഷം ഈ പ്രൊഡക്റ്റ് ആവശ്യമുള്ള നിരവധി ആളുകളുണ്ടെന്ന് മനസ്സിലാക്കി ഇന്ന് തന്റെ ജോലി തന്നെ മാറ്റിവെച്ചുകൊണ്ട് ഒരുപാട് ആളുകളിലേക്ക് ഈ ഒരു അവസരവും അതുപോലെ തന്നെ ആരോഗ്യം പ്രദാനം ചെയ്തുകൊണ്ട് ഇന്ന് പല കമ്പനി സെന്ററുകളും വളരെ ആക്റ്റീവായിട്ട് ഈ ഒരു പ്രോഗ്രാം പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളെയൊക്കെ സ്വകാര്യ അഹങ്കാരമായ ശ്രീ ഹരീഷൻ സാറാണ്. അദ്ദേഹത്തിന് എന്റെ പേരിലും സൗത്ത് ഇന്ത്യൻ പേരിലും കൃത്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇവിടെ വന്ന് കുറെ ആളുകൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ട്, എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല. തീർച്ചയായിട്ടും എന്റെ അനുഭവം നിങ്ങൾക്ക് ഒരു പ്രചോദനമായിട്ടെന്ന് കരുതി ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്ത ആ 2 ഗ്രേറ്റ് ലീഡേഴ്സും കൃത്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്.
ഒരുപാട് ഗ്രേറ്റ് ലീഡേഴ്സ് ഇവിടെ പുറകിൽ നിൽക്കുന്നുണ്ട്. നേരത്തെ നിങ്ങൾ കണ്ടു RK സാറ്, JP സാറ്, സെബാസ്റ്റ്യൻ സാറ്, ഷംന മാഡം, അതുപോലെ സൗത്ത് ഇന്ത്യൻ ടീമിന്റെ കോർ ലീഡേഴ്സ് ഉള്ള ഷകിൽ സാർ, ബിജു സാർ തുടങ്ങി ഒരുപാട് ഗ്രേറ്റ് ലീഡേഴ്സ് ഇവിടെയുണ്ട്. ഇവരൊക്കെ ഈ ഒരു ബയോടോർക്കിൽ വളരെ ആക്റ്റീവായിട്ട് ഇതുപോലുള്ള പ്രോഗ്രാമുകൾ വിജയിപ്പിക്കാൻ വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന ലീഡേഴ്സാണ്. സോ അങ്ങനെയുള്ള എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സും ഹൃദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. അതിലുപരി ഇന്നത്തെ ഒരു പ്രോഗ്രാമിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഉയർത്തിയിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ബയോടോർക്കിലൂടെ സൗത്ത് ഇന്ത്യൻ ടീമിലൂടെ വലിയൊരു നേട്ടത്തിലേക്ക് അല്ലെങ്കിൽ വലിയൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ ഒരു പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാണ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.